നമസ്കാരം. വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 8ാം ഭാവത്തിലാണ്. 8ലുള്ള വ്യാഴം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് പറഞ്ഞ ഭാഗ്യസ്ഥാനത്തേക്ക് മാറും വ്യാഴം. 9ലുള്ള വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. പ്രശ്നങ്ങളും ടെൻഷനും മാറി സൗഭാഗ്യവും ധനലാഭവും ഉണ്ടാകും. തൊഴിൽ പുരോഗതി നേടാൻ പറ്റും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. വിവാഹ ഭാഗ്യം, സന്താനസുഖം വർദ്ധിക്കും. കുടുംബത്തെ ഐശ്വര്യം നിലനിൽക്കും. നിങ്ങളുടെ ആരോഗ്യം നല്ലതാകും. ശനി വർഷം മുഴുവനും മീനൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 5ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനിദോഷമില്ല. രാഹു കുംഭൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 4ാം ഭാവത്തിലാണ്. കേതു ചിങ്ങൻ രാശിയിലുള്ളത് നിങ്ങളുടെ രാശിയുടെ 10ാം ഭാവത്തിലാണ്. രാഹു കേതു നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. നിങ്ങളുടെ രാശിയധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണ്. അതുപോലെ ബലവാനാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യം കിട്ടും. കേന്ദ്രത്തിൽ ചൊവ്വയുടെ രുചക രാജയോഗം കിട്ടും. ധനം, ഭാഗ്യം, അതുപോലെ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലായിട്ട് പോസിറ്റീവ് ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ 2026 നിങ്ങൾക്ക് വർഷാരംഭത്തേക്കാൾ ജൂൺ 2 മുതൽ കൂടുതലായിട്ട് സൗഭാഗ്യവും ധനലാഭവും കിട്ടുന്ന വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾ അർച്ചന നടത്തുന്നത് കൊണ്ട്, പിന്നെ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും 2026 ഏറ്റവും നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.